ആഗോള അയ്യപ്പ സംഗമമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചർച്ചയായി നമ്മുടെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഏതായാലും ആഗോള അയ്യപ്പ സംഗമം കഴിയുമ്പോൾ ആശങ്കയിൽ അമ്പരന്ന് നിൽക്കുന്നത് UDF BJP നേതൃത്വങ്ങളാണ്. എന്താണ് സംഭവിക്കുന്നത് നമുക്ക് പരിശോധിക്കാം. ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള NSS പിന്തുണയിൽ അമ്പരന്ന് UDF BJP നേതൃത്വങ്ങൾ. അയ്യപ്പ സംഗമം ബഹിഷ്കരിച്ച നിലപാടിനോട് കടുത്ത വിയോജിപ്പാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ സ്വീകരിച്ചത്. NSS നിലപാടിനെ സ്വാഗതം ചെയ്യുന്നതായി മന്ത്രി VN വാസവനും പ്രതികരിച്ചു. ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് NSS നിലപാട് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ വ്യക്തമാക്കിയത്. സംസ്ഥാന സർക്കാർ ശബരിമലയ്ക്കായി നടപ്പാക്കിയ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാർ ശബരിമലയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെന്ന് തുറന്നു പറയാനും സുകുമാരൻ നായർ മടി കാണിച്ചില്ല. SNDPക്ക് പിന്നാലെ NSSും സർക്കാരിന് ശക്തമായ പിന്തുണ അറിയിച്ചതോടെ രാഷ്ട്രീയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് UDF BJP നേതൃത്വങ്ങൾ. NSS നിലപാട് സ്വാഗതാർഹമെന്നായിരുന്നു മന്ത്രി VN വാസവന്റെ പ്രതികരണം. പന്തളം കൊട്ടാരത്തിന്റെ ഇന്നലത്തെ പരാതി, അവിടെ പ്രസംഗിച്ച ഒരു സന്യാസി വര്യൻ പ്രസംഗിച്ച ആ വാചകം നമുക്ക് പറയാൻ കൊള്ളില്ല. വാസ്തവത്തിൽ മതനിരപേക്ഷ കേരളത്തിൻ്റെ മഹത്തായ സംസ്കാരത്തിന് വലിയ രൂപത്തിൽ പോറലേൽപ്പിക്കുന്ന രൂപത്തിലല്ലേ അദ്ദേഹം വാവൽ സ്വാമി തീവ്രവാദിയായിരുന്നു എന്നുള്ള പ്രയോഗം വരെ നടത്തിയത്. ഒരിക്കലും പറയാൻ പാടില്ല. NSS ഒരിക്കലും സർക്കാരിനെ എതിർത്തല്ല. വേറെ ചില വിഷയങ്ങൾ വരുമ്പോൾ അതിൽ ക്രിയാത്മകമായ ചില നിർദ്ദേശങ്ങളും സൃഷ്ടിപരമായ വിമർശനങ്ങളും ഉണ്ടാകും. കാര്യത്തെ സംബന്ധിച്ചോളം അദ്ദേഹം ഇന്നലെ വളരെ തുറന്ന് കൃത്യമായി ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ കൃത്യമായ നിലപാടും അതോടൊപ്പം തന്നെ അതിൽ വിമർശനാത്മക കാര്യമാണ് ചൂണ്ടിക്കാണിച്ചത്. അതങ്ങേറ്റവും സ്വാഗതാർഹമാണ്. ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം വിജയിച്ചു എന്നതിന്റെ തെളിവാണ് NSS നിലപാടിലൂടെ പുറത്തുവരുന്നത്. ഇത് BJP UDF നേതൃത്വങ്ങളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.